ഫ്ലിക്കിൻ്റെ കീഴിലുള്ള ബാഴ്സ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മത്സരങ്ങളും ഒന്നിനൊന്ന് ബെറ്ററായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ ലീഗിൽ. അവരുടെ മുന്നേറ്റ നിരയിലുള്ള താരങ്ങളാണ് ഇപ്പോൾ കാര്യമായിട്ട് ചർച്ചയാവുന്നത്. ഒന്ന് റാഫിന്നെയാണ്, രണ്ടാമത്തത് യമാലാണ്. ഈ രണ്ട് താരങ്ങളുടെയും പെർഫോമൻസ് കളത്തിനകത്ത് തമ്മിലുള്ള ഒരു അത്രയും പക്വതയാർന്നിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററായിട്ട് പെർഫോം ചെയ്യണ ഈ ഒരു സാഹചര്യത്തിൽ ഫുട്ബോൾ ലോകം ചർച്ചയാവുന്നത് ഈ രണ്ട് താരങ്ങളുടെയും കാര്യത്തിലാണ്. ഒന്നാമത്തത് പറയാനുള്ളത് റാഫിന്നെയാണ്. റാഫിന്നെനെ എടുത്ത് പറയാൻ കാരണം ബ്രസീൽ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ വിനീഷ്യസ് അവിടെ ഉണ്ട് ഒരു സൈഡിൽ. വിനീഷ്യസ് ആണെങ്കിലും റാഫിന്നെ ആണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള പക്ക പെർഫോമൻസിലേക്ക് എത്തുന്നില്ല, പെർഫോം ചെയ്യണില്ല എന്നുള്ളൊരു അഭിപ്രായം, ട്രോളുകൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. റാഫിന്നെൻ്റെ കാര്യത്തിലും അതുപോലെ വിനീഷ്യസിൻ്റെ കാര്യത്തിലും. ഇവരുടെയൊക്കെ കാര്യത്തിലും ക്ലബ്ബ് പരമായിട്ടുള്ള കരിയർ എടുക്കുമ്പോൾ, പെർഫോമൻസ് എടുക്കുമ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് അവരുടെ കരിയർ തന്നെ ഏറ്റവും ബെറ്റർ സമയം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വിനീഷ്യസൊക്കെ ഈ പ്രാവശ്യത്തെ ബാലൺ ഡോറിലുള്ള ഒരു പ്രധാനപ്പെട്ട താരമാണ്. അപ്പോൾ റാഫിന്നെൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പെർഫോം ചെയ്യുകയാണ് ഈ ഒരു സീസണിൽ റാഫിന്ന. പിന്നെ അതുപോലെ യമാൽ, അദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ വെറും 17 വയസ്സാണ് ഉള്ളത്. ഈ ഒരു ഏജിൽ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ തള്ളിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്പെയിനിൻ്റെ കാര്യം എടുക്കുക, അദ്ദേഹത്തിൻ്റെ സ്പെയിനിലെ കരിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ യൂറോ കപ്പ് ചാമ്പ്യന്മാർ സ്പെയിനാവാൻ അതിൽ ഏറ്റവും മികച്ച പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളാണ് യമാൽ. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നെയ്മർ ജൂനിയറിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. ചെറുപ്രായത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, അദ്ദേഹം എങ്ങനെ മുന്നേറും, എങ്ങനെ പന്തുമായിട്ട് പോകുമെന്ന ഡിഫൻഡർമാർക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു താരം, അത്രയും മികച്ചൊരു താരമായിരുന്നു നെയ്മർ. പിന്നെ പരിക്ക് വന്ന് ഓരോരോ മത്സരങ്ങൾ, ഓരോരോ ടൂർണമെൻറ്റുകൾ, ഓരോരോ വർഷങ്ങൾ വരെ അദ്ദേഹത്തിന് നഷ്ടമായി. ഇപ്പോഴും പരിക്കിൻ്റെ പിടിയിലായിട്ട് മാസങ്ങളോളമായി ടീമിലേക്ക് തിരിച്ചു വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നെയ്മർക്കൊക്കെ വന്ന അവസ്ഥ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ബാഴ്സൻ്റെ മത്സരങ്ങളിലൊക്കെ യമാലിന് കുറേ ഫോളിന് ഇരയായിരുന്നു താരം. ഈ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നേറ്റങ്ങളും പെർഫോമൻസും കാണുമ്പോൾ, കാരണം ഒന്നാമത് ഡിഫൻഡർമാരൊക്കെ ഫോളോ ചെയ്തുങ്ങാണ്ട്, ഒരാൾ തന്നെ ടാർഗറ്റ് ചെയ്തുങ്ങാണ്ട് ആക്രമിക്കും മീൻസ് ടാർഗറ്റ് ചെയ്തുങ്ങാണ്ട് ഫോളോ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിലേക്ക് വരും. കാരണം ഒരു ടീമിലെ പ്രധാന താരത്തെ എന്തായാലും ടാർഗറ്റ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അതുപോലുള്ള താരങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ പറയും വേണ്ട. അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് ഫോളുകൾക്ക് ഇരയായാൽ നമുക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നെയ്മറിൻ്റെ കാര്യത്തിൽ. ആ ഒരു എക്സ്പീരിയൻസ് എടുത്ത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലെ ഫോളിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഫ്ലിക്ക് പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇപ്പോൾ യമാലിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ താരങ്ങൾക്കെതിരെയുള്ള ഫോളുകൾക്കും ക്രൂരമായിട്ടുള്ള ഫോളുകൾക്കൊക്കെ റഫറിമാർ കാര്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബാഴ്സലോണ കത്തിക്കയറുകയാണ് ഈ ഒരു സീസണിൽ. മുൻപന്തിയിൽ തന്നെ യമാലും റാഫിന്നെയും പക്ക പെർഫോമൻസ് ആയിട്ട് മുൻപന്തിയിലുണ്ട്. അതേമാതിരി തന്നെ ഓപ്പോസിറ്റ് റയൽ മാഡ്രിഡും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ ഒരു സീസൺ തുടങ്ങിയിട്ടുള്ളത്. അവിടെയും വിനീഷ്യസ്, റോഡ്രിഗോ, എംബാപ്പെ സഖ്യം വളരെ മികച്ചൊരു 11 ഇപ്പോൾ നിലവിൽ രണ്ട് ടീമിനുള്ളത്. ഇനി നമുക്ക് കാത്തിരിക്കുന്നത്, നമുക്കെല്ലാവർക്കും പഴയൊരു എൽ ക്ലാസിക്കോ ഫീൽ ഉണ്ടല്ലോ, മെസ്സി റൊണാൾഡോ ഓപ്പോസിറ്റ് MSN, BBC, ആ ഒരു എൽ ക്ലാസിക്കോ ഓർമ്മ ഉണ്ടാവില്ല എല്ലാവർക്കും. അതുപോലുള്ളൊരു എൽ ക്ലാസിക്കോ അത്രക്കാണ് ഫീല് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഏറെക്കുറെ അതിന് ശേഷം അവരൊക്കെ ടീമിൽ നിന്ന് പോയതിന് ശേഷം കൂടുതൽ ആവേശം തരുന്നൊരു എൽ ക്ലാസിക്കോ ആണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്.